പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഈ RSS ഡീൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പരിശ്രമം പരാജയപ്പെടുകയായിരുന്നു. CPM-ന്റെ വിലയിരുത്തൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പോയി. RSSഉം BJPയുമായിട്ട് ഡീലുണ്ടാക്കുന്നത് UDF ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനൊരു അഭിമുഖത്തിൽ പറഞ്ഞു, കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കുന്നുവെങ്കിൽ അത് UDFൻ്റെ വോട്ട് കൊണ്ട് മാത്രമേ സാധിക്കൂ. അതാണ് കേരളത്തിൻ്റെ അനുഭവം. ഇനിയും അത് തന്നെയാണ്. ഇപ്പോൾ രണ്ട് അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. ഒന്ന് നിയമസഭാ മണ്ഡലത്തിൽ O രാജഗോപാലൻ ജയിച്ചത് BJP വോട്ട് കൊണ്ട് മാത്രമല്ല, BJP വോട്ടിൻ്റെ ഒപ്പം UDF വോട്ട് ഏതാണ്ട് 29,000-ഓളം വോട്ട് യഥാർത്ഥത്തിൽ UDFൻ്റെ വോട്ട് കുറഞ്ഞു. 13,000 വോട്ട് മാത്രമാണ് ആ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. കെട്ടിവെച്ച കാശ് പോയി. അങ്ങനെ കെട്ടിവെച്ച കാശില്ലാതാവേണ്ട ഒരു മണ്ഡലമല്ല നിയോജക മണ്ഡലം കോൺഗ്രസ്സിന്. ഞങ്ങൾ 2ാം സ്ഥാനത്ത് നിന്നു. 1ാം സ്ഥാനത്ത് O രാജഗോപാലൻ എത്താൻ സാധിച്ചത് ഈ കോൺഗ്രസ് വോട്ട് കൊണ്ടാണ്. ഇതേ നില തന്നെയാണ് തൃശ്ശൂരുണ്ടായത്. തൃശ്ശൂർ യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഒരു തരത്തിലും സുരേഷ് ഗോപി ജയിക്കില്ല. അവിടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു, കോൺഗ്രസിൻ്റെ 84,000 വോട്ട് കുറഞ്ഞു. ആ കുറഞ്ഞ വോട്ടാണ് BJPയിലേക്ക് നല്ലതുപോലെ ഒഴുകിയത്. എന്നിട്ടാണ് 74,000 വോട്ടിന് അവർ ജയിക്കുന്നത്. ഞങ്ങൾ 16,000-ലധികം വോട്ട് കൂടുതൽ പിടിച്ചു. എന്നിട്ടും ഞങ്ങൾ 2ാം സ്ഥാനത്ത് മാത്രമേ എത്താൻ പറ്റിയുള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് എവിടെയാണോ ചോർന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ, ചെറിയ രൂപത്തിലല്ല, പൂർണ്ണമായ അർത്ഥത്തിൽ 84,000 വോട്ടൊക്കെ ചോർന്നു പോയാൽ സ്വാഭാവികമായിട്ടും അത് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഈ ചോർന്നതൊന്നുമില്ല. കോൺഗ്രസ്സിന് കുറേ വോട്ട് കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. അപ്പോൾ BJPക്ക് ഒരു സീറ്റും കിട്ടിയില്ല. നിയമത്വം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും BJPക്ക് ജയിക്കാൻ സാധിക്കണമെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം.